രാജ്യത്ത് പെട്രോൾ, ഡീസൽ എന്നിവയ്ക്കുള്ള എക്സൈസ് തീരുവ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. അതിനാൽ ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക വിലയിലും വർധനവുണ്ടായിട്ടുണ്ട്. ഗാർഹിക ഉപയോഗത്തിനുള്ള പാചകവാതകത്തിന്റെ സിലിണ്ടറിന് 50 രൂപ വർധനവ് ഉണ്ടായതായി കേന്ദ്ര പെട്രോളിയം മന്ത്രി അറിയിച്ചു. വർധനവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജനയുടെ കീഴിലുള്ള ഉപഭോക്താക്കൾക്കും വില വർധന ബാധകമാണ്. 14.2 കിലോഗ്രാം പാചകവാതകമടങ്ങിയ സിലിണ്ടറിന്റെ വില 803 രൂപയിൽ നിന്ന് 853 രൂപയായി. ഇനി ഉപഭോക്താക്കൾ ഈ വിലയാണ് നൽകേണ്ടത്. ഉജ്ജ്വല പദ്ധതിയിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് സിലിണ്ടറിന് 553 രൂപ നൽകണം. നിലവിലുണ്ടായിരുന്ന വില 500 രൂപയായിരുന്നു. ഇതാണ് 553 രൂപയായി ഉയർന്നത്. രാജ്യത്തെ പാചകവാതക വില സർക്കാർ 2 ആഴ്ച കൂടുമ്പോൾ അവലോകനം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. പെട്രോൾ, ഡീസൽ എക്സൈസ് തീരുവ കൂട്ടിയതിനെ കുറിച്ചും മന്ത്രി പറഞ്ഞു. എന്നാൽ എക്സൈസ് തീരുവയിലെ വർധനവ് സാധാരണ ഉപഭോക്താക്കളെ ഒരു വിധത്തിലും ബാധിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ബാരലിന് $60 കുറവ് വന്നതായും അദ്ദേഹം അറിയിച്ചു. എക്സൈസ് തീരുവയിൽ നിലവിലുണ്ടായ വർധനവിന്റെ ഭാരം എണ്ണ കമ്പനികൾ വഹിക്കുമെന്നും അറിയിച്ചു. എന്നാൽ ക്രമേണ പെട്രോൾ, ഡീസൽ വിലയിൽ മാറ്റം പ്രതീക്ഷിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.